താമസത്തെ കുളിച്ച് എന്തായിട്ടാ എന്നും ഇങ്ങനെ കുടിച്ചിട്ട് വരുന്നേ? നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളല്ലേ ഉള്ളത്. നീ ഇങ്ങനെ എന്ന് കുടിച്ചിട്ട് വന്നു അവർക്ക് ആരാ ഉള്ളേ? എനിക്കാരാ ഉള്ളേ? നീ പോടി, നിന്റെ കാശ് കൊണ്ടല്ലോ ഞാൻ കുടിക്കുന്നത്. ഞാൻ പണിയെടുക്കുന്നു, ഞാൻ സമ്പാദിക്കുന്നു, കുടിക്കുന്നു. നീ ആരാ ചോദിക്കാൻ? എനിക്ക് റോഡുമാരുടെ സഹായം വേണ്ട. ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചു? എന്റെ നശിക്ക കൂടി കാരണമല്ലേ എന്റെ കുഞ്ഞിനെ അപകടം പറ്റി? ഞാൻ കാരണമല്ലേ? ഇത് ഞാൻ കുടിക്കത്തില്ല. എന്റെ കുടുംബം, എന്റെ കുഞ്ഞുങ്ങൾ, അവർക്ക് വേണ്ടി എനിക്ക് ജീവിച്ചിട്ടുള്ളൂ. എനിക്ക് കുടിക്കത്തില്ല. സത്യം, ഇത് കാരണമല്ലേ? മദ്യപിക്കുന്ന പാരന്റ്സിന്റെ കുട്ടികളെ കാണുന്ന ബുദ്ധിമുട്ടുകൾ വളരെയേറെയാണ്. അച്ഛന്മാർ മാത്രമല്ല, ചിലയിടങ്ങളിൽ അമ്മമാരും മദ്യപിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മദ്യപിക്കുന്ന പാരന്റ്സ് എന്ന് പറഞ്ഞത്. ആൽക്കഹോളിക് ആയിട്ടുള്ളവര് അല്ലെങ്കിൽ മദ്യത്തിന് അടിമയായിട്ടുള്ളവര് പലപ്പോഴും പറഞ്ഞു കിട്ടിയിട്ടുള്ള കാര്യമാണ്, എന്റെ പൈസ കൊണ്ടല്ലേ കുടിക്കുന്നത്, അതിന്റെ ശരീരത്തിനല്ലേ പ്രശ്നമാവുന്നുള്ളൂ, അത് മറ്റൊരാളെ അഫക്ട് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ. ഇത് തികച്ചും തെറ്റായിട്ടുള്ള ധാരണയാണ്. മദ്യപിക്കുന്ന പാരന്റ്സ്, അതിപ്പോ അച്ഛനോ അമ്മയോ ആരുമാവട്ടെ, അവരുടെ കുഞ്ഞുങ്ങളിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ആ നെഗറ്റീവ് എനർജി ആ കുഞ്ഞുങ്ങളുടെ ജീവിതകാലം മുഴുവൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. അവർക്കൊരു സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ സെൽഫ് ഇമ്പോർട്ടന്റ് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ ആൽക്കഹോളിക് അഡിക്റ്റഡ് ആയിട്ടുള്ള പാരന്റ്സിന്റെ കൂടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളിൽ അവർക്ക് ജീവിതത്തിൽ നല്ലൊരു എക്സാമ്പിൾ കാണിക്കാൻ ഉണ്ടാവില്ല, അവർക്കൊന്ന് ഫോളോ ചെയ്യാനായിട്ട്. അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ സമാധാനപരമായിരിക്കില്ല. നമ്മൾ സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങളോട് അവരുടെ റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അച്ഛന്റെ പേര് അല്ലെങ്കിൽ അമ്മയുടെ പേരായിരിക്കും പറയുക. അവർക്ക് നല്ലൊരു റോൾ മോഡൽ ഉണ്ടാവില്ല. കാരണം അവര് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ അച്ഛൻ ഞാനെന്ന് പറയാണ്, അച്ഛൻ എന്നും കുടിച്ചിട്ട് വരുന്നു, അമ്മനെ ഉപദ്രവിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, മോശം വാക്കുകൾ പറയുന്നു, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് അവരെന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ വളർന്ന് വലുതാകുമ്പോൾ മറ്റു കുട്ടികളുമായി ഇടപെടുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയല്ലല്ലോ, അവരുടെ വീട്ടിൽ അങ്ങനെയാണല്ലോ എന്നുള്ളൊരു കാര്യം കണ്ട് മനസ്സിലാക്കുന്ന ഒരു സമയം വരുമ്പോൾ അവർ സെൽഫ് കോൺഷ്യസ് ആവാനുള്ള സാധ്യതയുണ്ട്. അവരുടെ സെൽഫ് കോൺഫിഡൻസ് ആണ് നഷ്ടമാകുന്നത്. അതുകൊണ്ട് അവർ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇനി മദ്യപിക്കുന്നവരോട് എന്തിനാണ് നിങ്ങൾ കുടിക്കുന്നത് ചോദിച്ചാൽ അവരുടെ കാരണങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്കൊരുപാട് കടങ്ങളുണ്ട്, ഇതൊക്കെ മറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുടിക്കുന്നതെന്നാണ് അവരുടെ വാദം. പക്ഷെ ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന തെറ്റായ ധാരണകളാണ്.
അവർക്ക് നാളുകളിൽ ഒരു പ്രശ്നം വരുമ്പോൾ അവര് നമ്മളറിയാതെ ഈ ഒരു എന്താ പറയാ മദ്യപാനത്തിലേക്ക് വഴിതെറ്റി പോകാനുള്ള ചാൻസ് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. മറ്റൊരു കാര്യം, എങ്ങനെയാണ് മദ്യപാനിയായ പാർട്ട്ണറിനെ മറ്റേ പാർട്ട്ണർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു ടൈമിൽ അവർക്ക് എന്താ ചെയ്യുന്നത്, അവരെന്താ പറയുന്നത്, ഒന്നും അവർക്ക് യാതൊരു ഐഡിയയും കാണില്ല. അപ്പം വേണമെങ്കിൽ പാർട്ട്ണറിനെ തല്ലാം, മോശം വാക്കുകൾ പറയാം. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ വലിയൊരു ടോക്സിക് റിലേഷനിൽ തന്നെ അവർക്ക് പോകാനുള്ള ചാൻസ് ഏറെയാണ്. സോ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ ജീവിതം ശരിയാക്കിയെടുക്കണം. അതായത് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും കുട്ടികൾ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരത് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശരിയാവണം. നമ്മൾ നല്ല ജീവിതം നയിച്ച് കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അടുത്ത ജനറേഷനിൽ നല്ലൊരു ജീവിതം, നല്ല ഒരു മനുഷ്യരാവാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. മദ്യപാനം പോലുള്ള മറ്റു ദുശ്ശീലങ്ങളെല്ലാം നിർത്തുക. ഇനി സ്വയം നിർത്താൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ സഹായം നിങ്ങൾ നേടുക. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബം, അതാണ് നമ്മുടെ എല്ലാം. അവർക്ക് വേണ്ടി ജീവിക്കുക. ഈ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. അത് നമ്മളെ കരുതിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. അവർക്ക് സന്തോഷം കൊടുക്കുക. നമ്മളാൽ ആർക്കും ഒരു ദ്രോഹം ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു ചാനലാണ്, ചെറിയൊരു ചാനൽ നമ്മൾ തുടങ്ങിയതാണ്. അപ്പോൾ ആളുകളിലേക്ക് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടെയും ഞങ്ങൾക്ക് കഴിയുന്നതിന്റെ പരമാവധി ഞങ്ങൾ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോസുകളെല്ലാം ഒന്ന് കാണുവാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും മറക്കരുത്. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ അവയർനെസ് വീഡിയോസ്, എന്റർടൈൻമെന്റ് ഒക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഫുൾ ഫാമിലി ഉണ്ട്. സന്തോഷുണ്ട്, ശിവയുണ്ട്, ശ്രീയുണ്ട്, ഗായത്രി, ഞാനുണ്ട്. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുക. ഫുൾ വീഡിയോ കാണാനായിട്ടൊന്ന് ശ്രമിക്കുക. അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ഉപകാരപ്പെട്ടേക്കാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും നിങ്ങളുടെ വിലയേറിയ കമന്റും അതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ഒരുപാട് വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. താങ്ക് യു സോ മച്ച്.